നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ വഴറ്റുന്ന പരിപാടിയോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം സമയം എടുക്കുകയില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളി, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇപ്പം എരിവ് കൂടുതലായതുകൊണ്ടാണ് 3 എണ്ണം എടുത്തിട്ടുള്ളത്. 4 വരെയൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഇതാ 1 കപ്പ് പനീർ ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ക്യൂബ്സ് ആയിട്ട്. പിന്നെ ഇത് പീസ് ഉണ്ടല്ലോ, പീസാണ്, ഫ്രഷ് പീസാണ്. അതും ഏതാണ്ട് ഒരു 1/4 കപ്പോളം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ്. അതുപോലെ തന്നെ ഒരു പട്ട വേണം, ഒരു ഗ്രാമ്പു, പിന്നെ ഒരു 10 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതതുപോലെ കസ്കസ് ആണ്. ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തു, അതും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതാ പാലാണ്, തിളപ്പിച്ച പാല് 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, അതുപോലെ തന്നെ ഉപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളൊരു പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സവാള, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഗ്രാമ്പു, പട്ട, പെരിഞ്ജീരകം, കസ്കസ്, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, ഇതെല്ലാം കൂടെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പം ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് പാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഇല്ലല്ലോ. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സ്റ്റവ് ഓൺ ചെയ്യാണ്. കുറച്ച് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മളിത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഒരു പച്ച മണം മാറി വരുന്നവരെ നമ്മളൊന്നിത് തിളപ്പിക്കുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ച മട്ടർ ഉണ്ടല്ലോ, പീസും അതുപോലെ തന്നെ പനീറും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ മട്ടർ ഉണ്ടല്ലോ, മട്ടർ ഒന്ന് വെന്ത് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. പെട്ടെന്ന് വേവും, കാരണം ഫ്രഷ് ആയിട്ടുള്ള മട്ടറാണ്. അപ്പം അത് വേവുന്നവരെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പൊ പീസൊക്കെ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിക്കാൻ വേണ്ടി പോവാണ്. പാലിന് പകരം നമുക്ക് ഫ്രഷ് ക്രീം ആണെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിക്കാം കേട്ടോ. ഞാൻ പാലാണ് ഒഴിക്കുന്നത്. അത് 1 കപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ പാല് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പിടുന്നത്. 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരണം, തിക്കായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പേസ്റ്റിൽ അണ്ടിപ്പരിപ്പും അതുപോലെ കസ്കസും അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം കുറച്ചും കൂടെ ഒന്ന് തിക്കാവും. അപ്പം ഇതാ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്, കസൂരി മേത്തി. അപ്പൊ ഇതാ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം.
ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ വഴറ്റലും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഗീ റൈസോ അല്ലെങ്കിൽ എന്താ ജീര റൈസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല പ്രോട്ടീൻ അടങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.